നമസ്കാരം, ജീവൻ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9160 ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. രാഹുലിനെതിരായ ബലാത്സംഗ കേസ് അറസ്റ്റ് തടഞ്ഞ നടപടി നീട്ടി ഹൈക്കോടതി. പരാതിക്കാരിയും കേസിൽ കക്ഷി. മറുപടി സത്യവാങ്മൂലം നൽകാൻ 2 ആഴ്ച സാവകാശം. ശബരിമല സ്വർണ്ണക്കൊള്ള പത്മകുമാറിനെ ജാമ്യം നിഷേധിച്ച് കോടതി. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും 2 ആഴ്ച കൂടി റിമാൻഡിൽ. ഉത്തരവിട്ട് വിജിലൻസ് കോടതി. തെരുവുനായ പ്രശ്നം രൂക്ഷ വിമർശനവുമായ സുപ്രീം കോടതി. പൊതുസ്ഥലത്ത് നിന്ന് പിടിച്ച നായകളെ അവിടെ തന്നെ വിട്ടാൽ എങ്ങനെ ശല്യമില്ലാതാകുമെന്നും കോടതി. ഡൽഹിയിലും ബുൾഡോസർ രാജ്. രാംലീല മൈതാനത്തിനടുത്ത് വ്യാപക ഇടിച്ചുനിരത്തൽ. സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്ക്. തകർത്തത് അനധികൃത കയ്യേറ്റമെന്ന് അധികൃതർ. ഗ്രീൻലാൻഡിനുമേൽ അവകാശവാദം ഉറപ്പിച്ച അമേരിക്ക. സൈനിക നീക്കത്തിനും മടിക്കില്ലെന്ന് വൈറ്റ് ഹൌസ്. വിയോജിച്ച നാറ്റോയും യൂറോപ്യൻ രാജ്യങ്ങളും. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9160 ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വാർത്തകൾ വിശദമായി. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ അറസ്റ്റ് വിലക്ക് ഹൈക്കോടതി നീട്ടി. ഈ മാസം 21 വരെ അറസ്റ്റ് പാടില്ലെന്നാണ് കോടതി നിർദ്ദേശം. മുൻകൂർ ജാമ്യാപേക്ഷയിൽ പരാതിക്കാരിയെ കക്ഷി ചേർത്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലാണ് തന്നെയും കക്ഷി ചേർക്കണമെന്ന അപേക്ഷയുമായി പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചത്. കക്ഷി ചേരാനുള്ള അതിജീവിതയുടെ അപേക്ഷ ജസ്റ്റിസ് ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് അംഗീകരിച്ചത്. മറുപടി സത്യവാങ്മൂലം നൽകാൻ പരാതിക്കാരിക്ക് 2 ആഴ്ചത്തെ സാവകാശം കോടതി നൽകി. അതിജീവിതയുടെ പരാതിയിൽ ഈ മാസം 21-ന് വിശദമായ വാദം കേൾക്കും. അതിനുശേഷമായിരിക്കും രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി തീരുമാനമെടുക്കുക. SIT രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയിരുന്നു. തുടർന്നാണ് മുൻകൂർ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ബലാത്സംഗം, വിവാഹ വാഗ്ദാനം നൽകി പീഡനം, ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കൽ, വീട്ടിൽ അതിക്രമിച്ചു കയറൽ തുടങ്ങിയ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിട്ടുള്ളത്. രാഹുലിന് ജാമ്യം അനുവദിക്കുന്നത് തന്റെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്നാണ് അതിജീവിത ഹർജിയിൽ പറയുന്നത്. ജീവന് ഭീഷണിയുള്ളതായും സൈബർ ആക്രമണത്തിന് ഇരയാകുന്നതായും ഇവർ പറയുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലാണ് വിധി പറഞ്ഞത്. കേസിൽ അന്വേഷണം ഏകദേശം പൂർത്തിയായെന്നും മാസങ്ങളായി ജയിലിൽ കഴിയുകയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് പത്മകുമാർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. നേരത്തെ കട്ടിലപ്പാളി കേസിലും വിജിലൻസ് കോടതി പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ജാമ്യം ലഭിച്ചില്ല. അതേസമയം കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും വീണ്ടും റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെതിരെ SIT പാളികൾ കൊടുത്തുവിടാനുള്ള മിനിറ്റ്സിൽ പത്മകുമാർ തിരുത്തൽ വരുത്തിയെന്ന് മനഃപൂർവ്വമാണെന്ന് SIT ഹൈക്കോടതിയെ അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികൾ പദ്ധതിയിട്ടത് വൻ കവർച്ചയായിരുന്നു എന്നും ഹൈക്കോടതിയിൽ SIT നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ശബരിമലയിലെ കട്ടിളപ്പാളികളുടെ അറ്റകുറ്റപ്പണിക്ക് തന്ത്രി ആവശ്യപ്പെട്ടെന്ന പത്മകുമാറിന്റെ വാദം തെറ്റാണെന്ന് SIT വ്യക്തമാക്കി. കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ തെളിവുകൾ അട്ടിമറിക്കാൻ ഗോവർദ്ധനും പോറ്റിയും അടക്കമുള്ള പ്രതികൾ ബംഗളൂരുവിൽ ഒത്തുകൂടി ഗൂഢാലോചനയ്ക്ക് മുതിർന്നുവെന്നും SIT വെളിപ്പെടുത്തുന്നു. പാളികൾ പോറ്റിക്ക് കൊടുത്തുവിടുവാനുള്ള മിനിറ്റ്സിൽ സ്വന്തം കൈപ്പടയിൽ പത്മകുമാർ തിരുത്തൽ വരുത്തി. പിച്ചളപ്പാളികൾ എന്നതിനു പകരം ചെമ്പ് എന്നെഴുതി. കൂടാതെ അനുവദിക്കുന്നു എന്ന വാക്കും സ്വന്തമായി എഴുതി ചേർത്തു. ഇതിന് പിന്നാലെയാണ് പോറ്റിക്ക് കൊടുത്തുവിടുവാനുള്ള തീരുമാനമുണ്ടായത്. തന്ത്രിയുടെ അഭിപ്രായം തേടിയിട്ടില്ല. മഹസറിൽ തന്ത്രി ഒപ്പിട്ടിട്ടുമില്ല. അനുമതിയും നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. പാലുകൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകുമ്പോഴോ തിരിച്ചു കൊണ്ടുവന്നപ്പോഴോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രേഖകൾ പരിശോധിച്ചില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. കേസിൽ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കർദാസ് 11ാം പ്രതിയാണെന്നും SIT വ്യക്തമാക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളപ്രതികൾ പദ്ധതിയിട്ടത് വൻ കവർച്ചയെന്നാണ് SIT റിപ്പോർട്ട്. 2025 ഒക്ടോബറിൽ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, 9ാം പ്രതി പങ്കജ് ഭണ്ഡാരി, 10ാം പ്രതി ഗോവർദ്ധൻ എന്നിവരായിരുന്നു ഒത്തുചേർന്നത്. 2019 സ്വർണ്ണക്കൊള്ള പുറത്തുവരാതിരിക്കാനുള്ള ഗൂഢാലോചനയ്ക്കാണ് ഇവർ ഒത്തുചേർന്നത്. ശബരിമല ശ്രീകോവിലെ സ്വർണം തട്ടിയെടുക്കുവാൻ ഇവർ പദ്ധതിയിട്ടിരുന്നു. 1995 മുതൽ ശബരിമലയിൽ വന്നിരുന്ന ഗോവർദ്ധന് ശ്രീകോവിൽ UB ഗ്രൂപ്പ് 1998 സ്വർണ്ണപ്പാലുകൾ പൊതിഞ്ഞെന്ന വിവരം അറിയാമായിരുന്നു. താൻ വാങ്ങിയ സ്വർണത്തിന് 14.97 ലക്ഷം രൂപ നൽകിയെന്നാണ് ഗോവർദ്ധൻ പറയുന്നത്. അതിനർത്ഥം അയാൾ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ്.
ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണമാണ് നഷ്ടപ്പെട്ടത്. അതിന്റെ സൂക്ഷിപ്പുകാർ ദേവസ്വം ബോർഡാണ്. സ്വർണം വാങ്ങാനോ ബോർഡിന് പണം നൽകുവാനോ ഗോവർദ്ധനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. പണം നൽകി കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആകില്ലെന്നും SIT വ്യക്തമാക്കി. എന്നാൽ കൊള്ള പുറത്തു വന്നതോടെ ഗൂഢാലോചന മറച്ചുവെക്കാൻ എന്തൊക്കെ പദ്ധതികൾ വേണമെന്നും ഇതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയെന്നും റിപ്പോർട്ടിലുണ്ട്. കൊള്ളയുടെ വ്യാപ്തി അറിയുവാൻ ശാസ്ത്രീയ പരിശോധനാ ഫലം വരണമെന്നും അതുവരെ പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്നുമാണ് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ വാദിച്ചത്. കേസിൽ അന്വേഷണത്തിന് ഹൈക്കോടതി കൂടുതൽ സമയം അനുവദിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് യൂണിറ്റിന് കേന്ദ്രം അനുമതി നൽകി. അന്വേഷണ ഉദ്യോഗസ്ഥരെ തീരുമാനിച്ച ശേഷം ED കേസന്വേഷണം നടത്തുമെന്നാണ് റിപ്പോർട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നെന്ന സൂചനയിൽ കഴിഞ്ഞ ഒക്ടോബറിൽ തന്നെ ED പ്രാഥമിക വിവരശേഖരണം നടത്തിയിരുന്നു. സ്വർണ്ണക്കൊള്ളയിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ടെന്നാണ് EDയുടെ ആരോപണം. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങി ED ചോദ്യം ചെയ്യും. കേസുമായി ബന്ധപ്പെട്ട ED സമാന്തരമായി അന്വേഷണം നടത്തുന്നതിനെ മുൻപ് പ്രത്യേക അന്വേഷണ സംഘം എതിർത്തിരുന്നു. തുടർന്ന് കഴിഞ്ഞ ഡിസംബർ 19 കൊല്ലം വിജിലൻസ് കോടതി കേസ് രേഖകൾ EDക്ക് കൈമാറാൻ SITയോട് ആവശ്യപ്പെടുകയായിരുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പുറത്തുവന്ന ദിവസങ്ങൾക്കകം തന്നെ കേസിന്റെ രേഖകളുടെ പകർപ്പ് കൈമാറാൻ ED പോലീസിനെ സമീപിച്ചെങ്കിലും അനുകൂല അവസ്ഥയായിരുന്നില്ല ഉണ്ടായത്. ഇതേ തുടർന്ന് ED ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിൽ സർക്കാർ ഇതിനെ എതിർത്തു. പ്രത്യേക അന്വേഷണ സംഘം മികച്ച രീതിയിലാണ് അന്വേഷണം നടത്തുന്നതെന്നും ഏതെങ്കിലും രീതിയിലുള്ള ഫെമ ലംഘനം കണ്ടെത്തിയിട്ടില്ലെന്നുമാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഈ സാഹചര്യത്തിലാണ് EDയോട് വിചാരണ കോടതിയെ സമീപിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് കോടതിയെ സമീപിച്ചതോടെയാണ് അനുകൂല വിധിയുണ്ടായത്. ന്യൂസ് ഡെസ്ക് ജീവൻ. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. സ്ഥാനാർത്ഥി നിർണയം, സീറ്റ് വിഭജനം തുടങ്ങിയ ചർച്ചകളിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വഴിമാറി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുപിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്നത് രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് കൂടുതൽ ചൂട് പകരുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് UDF. കേരളത്തിൽ ഭരണം തിരിച്ചുപിടിക്കുകയെന്ന AICCയുടെ നിർദ്ദേശം നടപ്പാക്കാനായി അരയും തലയും മുറുക്കി കോൺഗ്രസ് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. വയനാട് ലക്ഷ്യ ലീഡർഷിപ്പ് സമ്മിറ്റിൽ നിന്നും ഐക്യസന്ദേശം ഉയർന്നതോടെ ഒറ്റക്കെട്ടായി നേതാക്കളും പ്രവർത്തകരും നീങ്ങുകയാണ്. സ്ഥാനാർത്ഥി നിർണയം തർക്കങ്ങളില്ലാതെ പരിഹരിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ് CPIMനെതിരെയുള്ള കോൺഗ്രസിന്റെ പ്രധാന ആയുധം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു പ്രധാന പ്രചാരണമായിരുന്നു. പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനം ഇടതുമുന്നണിയെ പ്രതികൂലമായി ബാധിച്ചുവെന്നാണ് CPM വിലയിരുത്തൽ. മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചതിനെ കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തതും ഇതേ കാരണത്താലായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധിയെ സന്ദർശിച്ച ഫോട്ടോ പുറത്തുവന്നതോടെ CPM നേതാക്കൾ ഇതൊരു ആയുധമാക്കിയിരിക്കുകയാണ്. UDF കൺവീനർ അടൂർ പ്രകാശിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്ന വാർത്തയും CPMനെ കച്ചിത്തുരുമ്പാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ CBI അന്വേഷണത്തിനുള്ള ശുപാർശയും CPM പ്രധാന ആയുധമാക്കും. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി വിദേശത്തു നിന്നും ഫണ്ട് സ്വീകരിച്ചെന്ന പരാതിയിൽ സംസ്ഥാന വിജിലൻസ് ആണ് CBI അന്വേഷണത്തിനെ ശുപാർശ ചെയ്തിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ ഉയർന്ന പ്രധാന ആരോപണം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ലൈംഗിക ചൂഷണമായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പോടെ ഈ കേസിന്റെ ചൂട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആരൊക്കെ സ്ഥാനാർത്ഥിയാവുമെന്ന ചർച്ചകളാണ് ഇപ്പോൾ സജീവം. നിരവധി വിവാദങ്ങളും വരും ദിവസങ്ങളിൽ ഉയരാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് ജീവൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഈ മാസം പകുതിയോടെ ആരംഭിക്കാൻ LDF തീരുമാനം. പിണറായി വിജയൻ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കും. കഴിഞ്ഞ തവണത്തേതുപോലെ സ്ഥാനാർത്ഥികൾക്ക് 2 ടൈം വ്യവസ്ഥ കർശനമാക്കില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവി വിശദമായി വിലയിരുത്താൻ ഇടതുമുന്നണി യോഗം വെള്ളിയാഴ്ച ചേരും. നിയമസഭയിൽ 71 എന്ന മാജിക് നമ്പർ കടക്കുക. അതിനപ്പുറം LDF നേതാക്കൾക്ക് മുന്നിൽ മറ്റൊരു അജണ്ടയുമില്ല. തെരഞ്ഞെടുപ്പ് ആയില്ലെങ്കിലും ചർച്ചയാകുന്ന വിഷയങ്ങൾ ഓരോ ദിവസവും മാറി മാറി വരികയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന കേന്ദ്രവിരുദ്ധ സത്യഗ്രഹത്തോടെ പ്രചരണ മേഖല കൂടുതൽ സജീവമാകും. സ്വർണ്ണപ്പാളി വിവാദം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന ബോധ്യമുള്ളപ്പോഴും പരസ്യമായി പറയാൻ CPM തയ്യാറായിട്ടില്ല. ഗൃഹസന്ദർശന പരിപാടിയിലൂടെ വിവാദങ്ങളെ മറികടക്കാമെന്നാണ് CPMന്റെ വിശ്വാസം.
ഇടതുമുന്നണി രാഷ്ട്രീയം എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാനുള്ള മേഖലാജാഥകൾ ആരംഭിക്കുന്നതിനൊപ്പം സ്ഥാനാർത്ഥി ചർച്ചകളും സജീവമാകും. സർക്കാരിന്റെ നയസമീപനങ്ങളിലും നേതാക്കളുടെ പെരുമാറ്റത്തിലും മാറ്റം വേണമെന്ന അഭിപ്രായം ഇടതുമുന്നണിയിലെ പല ഘടകകക്ഷികൾക്കുമുണ്ട്. ഇതെല്ലാം പരിഹരിച്ച് സെക്രട്ടേറിയറ്റിലെ കന്റോൺമെന്റ് ഗേറ്റ് കടന്ന് മൂന്നാം തവണയും LDF മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തുമെന്നാണ് ഇടതുമുന്നണി നേതാക്കളുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് ജീവൻ. കേരള കോൺഗ്രസ് മത്സരിക്കുന്ന ഇടുക്കി സീറ്റിനു വേണ്ടിയുള്ള അവകാശവാദത്തെ ചൊല്ലി കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് മുറുകുന്നു. അവകാശവാദം ഉന്നയിച്ചത് വ്യക്തി താൽപര്യത്തിന് വേണ്ടിയെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. കേരള കോൺഗ്രസ് മത്സരിക്കുന്ന ഇടുക്കി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി ജില്ലാ UDF ചെയർമാൻ ജോയ് വെട്ടിക്കുഴി രംഗത്ത് വന്നിരുന്നു. ഇത് കേരള കോൺഗ്രസ് പൂർണ്ണമായും തള്ളിയെങ്കിലും വിഷയം ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ ചർച്ചയാവുകയാണ്. ജോയ് വെട്ടിക്കുഴി ഇടുക്കി സീറ്റ് ലക്ഷ്യമിട്ട് നടത്തുന്ന നീക്കങ്ങളാണ് അവകാശവാദത്തിന് പിന്നിലെന്നാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന വിമർശനം. സീറ്റ് പിടിച്ചെടുക്കണമെന്ന നിലപാടുള്ളത് സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾക്കാണെന്ന് KPCC സെക്രട്ടറി MN ഗോപി പറഞ്ഞു. കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി ചർച്ച ചെയ്യുകയോ തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടില്ല. UDFന്റെ അകത്ത് പൊതുവായി ചർച്ച ചെയ്തെടുക്കേണ്ട കാര്യമാണത്. ഇപ്പോൾ കേരളത്തിലെ 140 സീറ്റിലൊന്നും കോൺഗ്രസിന് മത്സരിക്കാൻ പറ്റത്തില്ല. ഘടകകക്ഷികളുമായിട്ടുള്ള ബന്ധം ഊഷ്മളമായി കൊണ്ടുപോകണം എന്നുള്ളതാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പൊതുവായ തീരുമാനം. ജില്ലയിൽ തൊടുപുഴയെ കൂടാതെ കേരള കോൺഗ്രസ് മത്സരിക്കുന്ന രണ്ടാമത്തെ മണ്ഡലമാണ് ഇടുക്കി. റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്തി ഇത്തവണ തിരികെ വരാനാകുമെന്ന പ്രതീക്ഷ കേരള കോൺഗ്രസ് വെച്ചുപുലർത്തുന്നുണ്ട്. വിജയപ്രതീക്ഷ നിലനിൽക്കെ കോൺഗ്രസ് നേതാക്കൾ അനാവശ്യ ചർച്ചകൾ സൃഷ്ടിക്കുന്നതിൽ കേരള കോൺഗ്രസിനെ കടുത്ത അതൃപ്തിയുണ്ട്. ന്യൂസ് ഡെസ്ക് ജീവൻ. ഡൽഹിയിലെ രാംലീല മൈതാനത്തിനടുത്തുള്ള മോസ്കിന് സമീപം അനധികൃത കയ്യേറ്റങ്ങൾ നീക്കം ചെയ്തതിനുള്ള നടപടി അക്രമത്തിലേക്ക് നീങ്ങി. 5 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് തുർക്ക്മാൻ ഗേറ്റിന് സമീപമുള്ള സയ്യിദ് ഫൈസ് സലാഹി പള്ളിയുടെയും ശ്മശാനത്തിന്റെയും സമീപമുള്ള ഭൂമിയിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി ഉദ്യോഗസ്ഥർ പൊളിക്കൽ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കെയാണ് അക്രമമുണ്ടായത്. പൊളിക്കൽ നടപടികൾ നടത്തുമ്പോൾ ചില താമസക്കാർ ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലെറിഞ്ഞു. സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിനായി പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. തുടർന്ന് താമസക്കാർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. ആളുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന് കണക്കിലെടുത്താണ് രാത്രിയിൽ ഒഴിപ്പിക്കലിനെത്തിയതെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നിതിൻ വത്സൻ പറഞ്ഞു. കല്ലെറിഞ്ഞവർക്കെതിരെ നടപടിയെടുക്കുമെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. तो MCD ने हमें बताया कि 6 और 7 तारीख के नाइट को हम लोग करेंगे. जैसे ही MCD से हमें इंटीमेशन मिला कि इस टाइम में करना है, हमने अपने फोर्स मोबिलाइज किया, अपने ऑफिसर्स को इधर डिप्लॉय किया. उसके बाद जब डेमोलिशन स्टार्ट होने वाले थे, MCD की जो पैराफर्नेलिया JCB वो सब आने वाले थे, 150 के आसपास लोग इकट्ठा हो गया. ഡൽഹി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ 2025 നവംബറിലെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് MCD നടപടി സ്വീകരിച്ചത്. തുർക്ക്മാൻ ഗേറ്റിനടുത്തുള്ള രാംലീല മൈതാനത്തെ 38,940 ചതുരശ്ര അടി അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ സിവിക് ബോഡിക്കും പൊതുമരാമത്ത് വകുപ്പിനും 3 മാസം സമയം നൽകിയിരുന്നു. 0.195 ഏക്കർ ഭൂമിക്കപ്പുറത്തുള്ള എല്ലാ കെട്ടിടങ്ങളും പൊളിച്ചുമാറ്റാൻ ബാധ്യസ്ഥരാണെന്നും പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റിയോ ഡൽഹി വഖഫ് ബോർഡോ ഭൂമിയുടെ ഉടമസ്ഥാവകാശമോ നിയമപരമായ കൈവശാവകാശമോ സ്ഥാപിക്കുന്നതിന് യാതൊരു രേഖാമൂലമുള്ള തെളിവുകളും ഹാജരാക്കിയിട്ടില്ലെന്നും ഡിസംബറിൽ MCD പറഞ്ഞിരുന്നു. 0.195 ഏക്കർ ഭൂമിയിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. കയ്യേറ്റങ്ങളിൽ റോഡിന്റെ ഭാഗങ്ങൾ, കാൽനടപ്പാത, പാർക്കിംഗ് ഏരിയ, സ്വകാര്യ ഡയഗ്നോസ്റ്റിക് സെന്റർ എന്നിവയാണ് ഉൾപ്പെടുന്നത്. നാഷണൽ ഡെസ്ക് ജീവൻ. തെരുവ് നായ പ്രശ്നത്തിൽ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. പൊതുസ്ഥാപനങ്ങളിൽ നിന്നും പിടികൂടുന്ന നായകളെ അവിടെ തന്നെ വീണ്ടും തുറന്നുവിട്ടാൽ എങ്ങനെ തെരുവ് നായ ശല്യം ഇല്ലാതാക്കാൻ കഴിയുമെന്ന് സുപ്രീം കോടതി ചോദിച്ചു. നായ ആക്രമണം മാത്രമല്ല, നായ്ക്കൾ കാരണം ഉണ്ടാകുന്ന അപകടങ്ങളും ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. റോഡിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന മൃഗങ്ങളെ തടയുന്നതിനുള്ള നടപടികൾ ദേശീയപാത അതോറിറ്റി സ്വീകരിച്ചു വരുന്നുവെന്ന് അമിക്കസ് ക്യൂറിയും കോടതിയെ അറിയിച്ചു. കടിക്കാതിരിക്കാൻ നായ്ക്കൾക്ക് കൗൺസിലിംഗ് നൽകുക മാത്രമാണ് ഇനി അവശേഷിക്കുന്നതെന്ന് മൃഗസ്നേഹികളോട് കോടതി പരിഹാസ രൂപേണ പറഞ്ഞു. ആക്രമണകാരികളായ നായ്ക്കളെ കൊന്നുകളയുവാൻ ഉത്തരവിടണമെന്ന് നായകടിയേറ്റു മരിച്ച പത്തനംതിട്ട സ്വദേശിനി അഭിരാമിയുടെ അമ്മ ആവശ്യപ്പെട്ടു. വന്ധ്യംകരണത്തിലൂടെ നായ്ക്കളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയുമെന്ന് നായസ്നേഹികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കപിൽ സിബൽ വാദിച്ചു. രാജ്യത്തെ തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസിലായിരുന്നു വാദം. നിയമങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്നാണ് പ്രശ്നമെന്ന് അഭിഭാഷകൻ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടി. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, കർണാടക, പഞ്ചാബ് സംസ്ഥാനങ്ങൾ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടില്ലെന്ന് അമിക്കസ് ക്യൂറി സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി.
ആനിമൽ വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് നിർദ്ദേശിക്കുന്നത് ആദ്യം ആൺനായ്ക്കളെ വന്ധ്യംകരിക്കണമെന്നാണെന്ന് അമിക്കസ് ക്യൂറി അറിയിച്ചു. ആക്രമണകാരികളായ നായകളെയും പേവിഷബാധയുള്ള നായ്ക്കളെയും തെരുവുകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് മുൻകാല കോടതി വിധികൾ ഉണ്ട് എന്ന് അഭിരാമിയുടെ അമ്മയ്ക്കായി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു. രാജ്യത്തെ നായകളുടെ എണ്ണത്തിൽ കൃത്യമായ കണക്ക് ഇല്ലെന്നാണ് നായസ്നേഹികളുടെ വാദം. ജനങ്ങളെ ബോധവൽക്കരിച്ചാൽ തെരുവുനായ ആക്രമണം തടയാമെന്നും കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ നായ്ക്കളെ ഉപയോഗിക്കാമെന്നും നായസ്നേഹികൾ കോടതിയിൽ വാദിച്ചു. CSVR മാതൃക ഏർപ്പെടുത്തണമെന്നാണ് നായസ്നേഹികൾ വാദിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജീവൻ. രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയായതോടെ ഇതുവരെ പുറത്തായത് 6.5 കോടി വോട്ടർമാർ. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ പുറത്തായത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയായതോടെ 2.89 കോടി പേരാണ് UPയിൽ പുറത്തായത്. തമിഴ്നാടാണ് ഉത്തർപ്രദേശിന് പിന്നിൽ. 97 ലക്ഷം ആളുകളാണ് തമിഴ്നാട്ടിൽ പുറത്തുപോയത്. തൊട്ടുപിന്നിലുള്ള ഗുജറാത്തിൽ 74 ലക്ഷം പേരാണ് പുറത്താക്കപ്പെട്ടത്. പശ്ചിമബംഗാളിൽ 58 ലക്ഷം പേരും കേരളത്തിൽ 24 ലക്ഷം പേരുമാണ് പട്ടികയ്ക്ക് പുറത്തുപോയത്. കഴിഞ്ഞ ദിവസമാണ് UPയിലെ പുതുക്കിയ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയത്. 2.89 കോടി വോട്ടർമാർ പുറത്തായതോടെ സംസ്ഥാനത്തെ മൊത്തം വോട്ടർമാരുടെ എണ്ണം 15 കോടിയിൽ നിന്ന് 12 കോടിയായി കുറഞ്ഞു. മുൻപുണ്ടായിരുന്ന വോട്ടർ പട്ടികയിലെ 15 കോടി ആളുകളിൽ ഏകദേശം 12 കോടി പേർ ഫോമുകൾ തിരികെ നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞിരുന്നു. മൊത്തം വോട്ടർമാരുടെ ഏകദേശം 81% വരും ഇത്. ബാക്കി ഫോമുകൾ തിരികെ ലഭിച്ചില്ല. ഏകദേശം 46.23 പേർ മരണമടഞ്ഞതായും 2.17 കോടി പേർ പലായനം ചെയ്തതായും 25.47 ലക്ഷം പേർ ഒന്നിൽ കൂടുതൽ തവണ പേര് ചേർത്തെന്നുമാണ് കണ്ടെത്തൽ. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതോടെ പരാതികൾ അറിയിക്കാനുള്ള അവസാന തീയതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 6 വരെയാണ് പരാതികൾ അറിയിക്കാനാകുക. മാർച്ച് 6 അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കും. പട്ടികയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഔദ്യോഗിക ലിങ്കുകൾ വഴി ലഭ്യമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. അതേസമയം ബംഗാളിൽ തീവ്ര പരിഷ്കരണത്തെ ചൊല്ലി വാഗ്വാദങ്ങൾ അരങ്ങേറുകയാണ്. ഡിസംബർ 16 ബംഗാളിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. പുറത്താക്കപ്പെട്ട 58 ലക്ഷം പേരിൽ പലായനം ചെയ്തവരും മരിച്ചവരുമെല്ലാം ഉൾപ്പെടുന്നുണ്ട്. കൊൽക്കത്ത നോർത്ത് നിയമസഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പേർ പുറത്താക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഡിസംബർ 24 കേരളത്തിലെ കരട് വോട്ടർ പട്ടിക പുറത്തിറക്കിയത്. കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകുന്നതിനും ഹിയറിംഗിനും ജനുവരി 22 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 21 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജീവൻ. പശ്ചിമ ബംഗാളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വിമർശനം കടുപ്പിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി. SIR പ്രക്രിയയ്ക്കായി BJP IT സെൽ വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനുകളാണ് കമ്മീഷൻ ഉപയോഗിക്കുന്നതെന്ന് മമത ആരോപിച്ചു. SIR-നായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാത്തരം വ്യാജ നീക്കങ്ങളും നടത്തുന്നതായി മമത ആരോപിച്ചു. യോഗ്യതയുള്ള വോട്ടർമാരെ മരിച്ചതായി കണക്കാക്കുകയും പ്രായമായവരെയും രോഗികളെയും ഹിയറിംഗിനെത്താൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു. അതിനായി BJP IT സെൽ വികസിപ്പിച്ച മൊബൈൽ ആപ്പുകൾ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണ്. ഇത് തുടരാൻ അനുവദിക്കില്ല. SIR വേളയിൽ ജാഗ്രത പുലർത്തണമെന്നും സഹായം ആവശ്യമുള്ളവരോട് ചേർന്നു നിൽക്കണമെന്നും അവർ ജനങ്ങളെ ഓർമ്മിപ്പിച്ചു. আগামীকাল কোর্ট খুলবে, আমরাও আইনে যাব। এত মানুষের মৃত্যু, এত মানুষকে যেভাবে হ্যারাস করেছে তার বিরুদ্ধে, এবং প্রয়োজন পড়লে আমি নিজেও পারমিশন চাইব। দরকার হলে আমিও সুপ্রিম কোর্টে গিয়ে মানুষের হয়ে আমি প্লিড করব. SIR മൂലം നിരവധി പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത്. കൃത്രിമ ബുദ്ധിയും അനൗപചാരിക മാർഗങ്ങളും ഉപയോഗിച്ചാണ് പലരെയും പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നത്. പ്രതികരണം അറിയിക്കാനുള്ള അവസരം പോലും നൽകാതെ ലക്ഷക്കണക്കിന് പേരുകൾ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയെന്നും മമത ആരോപിച്ചു. നാഷണൽ ഡെസ്ക് ജീവൻ. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതിന് അമേരിക്ക സൈനികാക്രമണം അടക്കം പരിഗണിക്കുന്നുണ്ടെന്ന് വൈറ്റ് ഹൌസ്. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നത് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ മുൻഗണനയാണെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ഡെൻമാർക്കിന്റെ അർദ്ധ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് വേണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വൈറ്റ് ഹൌസിന്റെ പ്രസ്താവന. ഡെൻമാർക്കിനെയും ഗ്രീൻലൻഡിനെയും പറ്റിയുള്ള കാര്യങ്ങൾ ആ രാജ്യങ്ങൾ മാത്രം തീരുമാനിക്കേണ്ടതാണെന്ന ഡെൻമാർക്ക്, ഫിൻലൻഡ്, നോർവേ, സ്വീഡൻ എന്നീ രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവന പുറത്തുവന്നു. നാറ്റോ രാജ്യങ്ങളുമായും അമേരിക്കയുമായും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി.
അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഗ്രീൻലൻഡ് അമേരിക്കയ്ക്ക് വേണമെന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. അതേസമയം ഗ്രീൻലൻഡിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാനുള്ള അമേരിക്കൻ ശ്രമത്തിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്തെത്തി. ഗ്രീൻലൻഡ് വിഷയത്തിൽ തീരുമാനമെടുക്കുവാനുള്ള അവകാശം ഡെൻമാർക്കിനും ഗ്രീൻലൻഡിനും മാത്രമാണെന്ന് UK, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ വ്യക്തമാക്കി. ഇതിനിടെ വെനസ്വേലയിലെ ഇടക്കാല സർക്കാർ 3050 ദശലക്ഷം ബാരൽ ഉയർന്ന നിലവാരമുള്ള എണ്ണ അമേരിക്ക കൈമാറാൻ തയ്യാറാണെന്ന് അറിയിച്ചതായി ട്രംപ് അറിയിച്ചു. ഇത് വിപണി വിലയ്ക്ക് വിൽക്കുമെന്നും വെനസ്വേലയിലെയും അമേരിക്കയിലെയും ജനതയുടെ ക്ഷേമത്തിനായി ആ പണം ഉപയോഗിക്കുമെന്നും ട്രംപ് പറഞ്ഞു. പദ്ധതി നടപ്പിലാക്കാൻ ഊർജ്ജ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായി ട്രംപ് സമൂഹ മാധ്യമത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ജീവൻ. CPM നേതാവ് AK ബാലനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് ജമാഅത്തെ ഇസ്ലാമി കലാപത്തിന് ശ്രമിച്ചു എന്ന പ്രസ്താവന പിൻവലിച്ച് AK ബാലൻ മാപ്പ് പറയണമെന്ന് ജമാഅത്തെ ഇസ്ലാമി ആവശ്യപ്പെട്ടു. ഒരാഴ്ചയ്ക്കകം പ്രസ്താവന പിൻവലിച്ചില്ലെങ്കിൽ ക്രിമിനൽ, സിവിൽ കേസുകളിൽ നൽകുമെന്ന് വക്കീൽ നോട്ടീസിൽ പറയുന്നു. അപകീർത്തി പ്രസ്താവനയ്ക്കെതിരെ 1 കോടി രൂപ നഷ്ടപരിഹാരവും ജമാഅത്തെ ഇസ്ലാമി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് മുസ്ലിം സംഘടനകൾക്കെതിരെ വിദ്വേഷവും ഭീതിയും പടർത്തി മറ്റ് മതവിഭാഗങ്ങളുടെ വോട്ട് ഉറപ്പിക്കുകയാണ് AK ബാലന്റെ ലക്ഷ്യമെന്ന് വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ, അഡ്വക്കേറ്റ് അമീൻ ഹസൻ വഴിയാണ് AK ബാലനെ വക്കീൽ നോട്ടീസ് അയച്ചത്. UDF അധികാരത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം കൈകാര്യം ചെയ്യുമെന്നും അപ്പോൾ പല മാറാടുകളും ആവർത്തിക്കുമെന്നുമായിരുന്നു ബാലൻ പറഞ്ഞത്. 1-ാം മാറാട്, 2-ാം മാറാട്, തലശ്ശേരി കലാപത്തിന്റെ സമയങ്ങളിൽ അവർ നോക്കിനിന്നു. അവിടെ ജീവൻ കൊടുത്ത് നേരിട്ടത് CPM പ്രസ്ഥാനമാണ്. ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ വലിയ വർഗീയതയാണ് ലീഗ് പറയുന്നതെന്നുമായിരുന്നു AK ബാലന്റെ പരാമർശം. വർഗീയ കലാപങ്ങൾ തടഞ്ഞത് ഇടത് സർക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. RSSും ജമാഅത്തും പാലക്കാട് കലാപത്തിന് ശ്രമിച്ചെന്നും അദ്ദേഹം ആരോപിച്ചു. മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിനായി RSSനെതിരെ ശക്തമായി നിലപാടെടുത്ത നേതാവാണ് പിണറായി വിജയനെന്നും AK ബാലൻ പറഞ്ഞു. മതന്യൂനപക്ഷങ്ങൾക്കെതിരായ വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളെ ശക്തമായി ഇടതുപക്ഷം എതിർത്തെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. കഴിഞ്ഞ വർഷം നേരിട്ട അപ്രതീക്ഷിത പരാജയത്തിന് ശേഷം ISROയുടെ വിശ്വസ്ത വിക്ഷേപണ വാഹനം തിരിച്ചെത്തുകയാണ്. PSLV 62 ദൌത്യം ജനുവരി 12-ന് നടക്കും. അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹം അന്വേഷയടക്കം 15-ലധികം ഉപഗ്രഹങ്ങളാണ് PSLV C-62 ദൌത്യത്തിൽ ബഹിരാകാശത്തേക്ക് പോകുന്നത്. 12-ാം തീയതി രാവിലെ 10:17-ന് സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1-ാം നമ്പർ ലോഞ്ച് പാഡിൽ നിന്നാണ് വിക്ഷേപണം. 2025 മെയ് 18-നായിരുന്നു പരാജയപ്പെട്ട PSLV C-61 വിക്ഷേപണം. റോക്കറ്റിന്റെ 3-ാം ഘട്ടത്തിലെ സാങ്കേതിക പ്രശ്നമായിരുന്നു അന്ന് വില്ലൻ. പരാജയ പഠന റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഇനിയൊരിക്കലും ആ പ്രശ്നം ആവർത്തിക്കില്ലെന്നാണ് ഇസ്രോ വൃത്തങ്ങൾ പറയുന്നത്. PSLVയുടെ 2 ചെറു സ്ട്രോപ്പോണുകളുള്ള DL പതിപ്പാണ് വരും ദൌത്യത്തിൽ ഉപയോഗിക്കുന്നത്. റോക്കറ്റ് തിരിച്ച് ലോഞ്ച് പാഡിലെത്തുമ്പോൾ പ്രതീക്ഷകളും ഉത്തരവാദിത്വവും വലുതാണ്. നിർണായക ഭൌമനിരീക്ഷണ ഉപഗ്രഹം EOS N1 അന്വേഷയാണ് ബഹിരാകാശത്തേക്ക് അയക്കുന്ന പ്രധാന ഉപഗ്രഹം. ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. 64-ാം ദൌത്യത്തിൽ അന്വേഷയ്ക്കൊപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളതടക്കം 15-ലധികം ചെറു ഉപഗ്രഹങ്ങളുമുണ്ട്. ന്യൂസ് ഡെസ്ക് ജീവൻ. സംസ്ഥാനത്ത് ഒരു മാസത്തിനിടെ കോഴിയിറച്ചിയുടെ വിലയിൽ വൻ വർധന. ബ്രോയിലർ കോഴിയിറച്ചിക്കാണ് ഒരു മാസത്തിനിടെ കിലോഗ്രാമിന് 100 രൂപയ്ക്ക് മുകളിൽ കൂടിയത്. ശബരിമല സീസൺ ആരംഭിച്ച ഡിസംബർ ആദ്യവാരം മുതലാണ് കോഴിയിറച്ചിക്ക് വിലക്കയറ്റം തുടങ്ങിയത്. നവംബർ പകുതിയിൽ കിലോഗ്രാമിന് 160 രൂപയുണ്ടായത് ജനുവരി ആദ്യവാരം എത്തിയപ്പോഴേക്കും 290 രൂപയായി. സംസ്ഥാനത്തെ ഫാമുടമകൾ കോഴികളെ വിൽപ്പനയ്ക്ക് നൽകാതെ അനധികൃതമായി പൂഴ്ത്തിവയ്പ് നടത്തിയാണ് വിലക്കയറ്റമുണ്ടാക്കിയതെന്നാണ് ചില്ലറ വ്യാപാരികളുടെ ആക്ഷേപം. സിവിൽ സപ്ലൈസ് വകുപ്പും അതത് ജില്ലാ ഭരണകൂടങ്ങളും വില നിയന്ത്രണത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ കടയടപ്പ് സമരത്തിലേക്ക് നീങ്ങാനൊരുങ്ങുകയാണ് കച്ചവടക്കാർ. കോഴിക്കോട് നഗരത്തിൽ പലയിടത്തും വിലക്കയറ്റത്തെ തുടർന്ന് കോഴിക്കടകൾ അടച്ചിടാനും തുടങ്ങിയിട്ടുണ്ട്. ലഗോൺ കോഴിയിറച്ചി വിലയിൽ കാര്യമായ വ്യത്യാസമില്ല. ലഗോൺ കോഴികൾക്ക് മലബാറിലാണ് ആവശ്യക്കാരേറെയുള്ളത്. 200 രൂപയ്ക്കുള്ളിൽ നൽകാൻ കഴിയുന്നതാണ് ഫാം ഉടമകളുടെ പൂഴ്ത്തിവയ്പ് കാരണം വലിയ വിലയ്ക്ക് നൽകേണ്ടി വരുന്നത്. കേരളത്തിലുള്ള കോഴി ഫാമുകളിൽ 80% തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ വൻകിട ഫാമുകളുടെ നിയന്ത്രണത്തിലാണ്. ന്യൂസ് ഡെസ്ക് ജീവൻ. ആഗോള വിപണിയിൽ തോട്ടണ്ടി വില ഉയർന്നതിനൊപ്പം പരിപ്പ് വില ഇടിയുകയും ചെയ്തതോടെ സംസ്ഥാനത്തെ കശുവണ്ടി വ്യവസായ സ്ഥാപനങ്ങൾ കടുത്ത പ്രതിസന്ധിയിൽ. കൂടിയ വിലയ്ക്ക് തോട്ടണ്ടി വാങ്ങി സംസ്കരിച്ചാൽ വലിയ നഷ്ടമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സ്വകാര്യ ഫാക്ടറികൾ അടച്ചിടാനുള്ള ആലോചനയിലാണ്.
കാഷ്യൂ കോർപ്പറേഷനും കാപെക്സിനുമായി കാഷ്യൂ ബോർഡ് തോട്ടണ്ടിക്ക് ടെൻഡർ വിളിച്ചിട്ടുണ്ടെങ്കിലും വിപണി വിലയിൽ നിന്ന് താഴ്ത്തി ലഭിച്ചില്ലെങ്കിൽ കരാർ ഉറപ്പിച്ചേക്കില്ല. 2 മാസം മുമ്പ് സീസൺ അവസാനിച്ച സെനഗൽ ഗിനിബസാവോ തോട്ടണ്ടിക്ക് കിലോയ്ക്ക് 145 രൂപയായിരുന്നു. ടാൻസാനിയൻ തോട്ടണ്ടിയുടെ സീസൺ ആരംഭിച്ചതോടെ കിലോയ്ക്ക് 170 രൂപയായി ഉയർന്നു. 5 കിലോ തോട്ടണ്ടി സംസ്കരിച്ചാലേ 1 കിലോ കശുവണ്ടി പരിപ്പ് ലഭിക്കൂ. 100 രൂപ സംസ്കരണ ചെലവ് സഹിതം ടാൻസാനിയൻ തോട്ടണ്ടി സംസ്കരിച്ച 1 കിലോ പരിപ്പ് ലഭിക്കാൻ 900 രൂപയാകും. എന്നാൽ കൂടുതൽ വിൽപ്പനയുള്ള W320 ഗ്രേഡ് കശുവണ്ടി പരിപ്പിന് വിപണിയിൽ 710 മുതൽ 725 രൂപ വരെയേ വിലയുള്ളൂ. 5 കിലോ ടാൻസാനിയൻ തോട്ടണ്ടി സംസ്കരിച്ച് വിൽക്കുമ്പോൾ 240 രൂപ വരെ നഷ്ടമുണ്ടാകും. സാധാരണ തോട്ടണ്ടി വില ഉയരുമ്പോൾ പരിപ്പിന്റെയും വില ഉയരേണ്ടതാണ്. എന്നാൽ 1 മാസം മുമ്പ് W320 ഗ്രേഡ് പരിപ്പിന്റെ വില 100 രൂപ ഇടിഞ്ഞ് കിലോയ്ക്ക് 725 രൂപയിലെത്തി. ആഫ്രിക്കയിലെ കശുവണ്ടി ഉൽപാദക കേന്ദ്രങ്ങളിൽ നിന്ന് വൻതോതിൽ തോട്ടണ്ടി സംഭരിച്ച രാജ്യത്ത് എത്തിച്ച ശേഷം വിൽക്കാതെ ക്ഷാമം സൃഷ്ടിച്ച് വില ഉയർത്തുന്ന ട്രേഡിംഗ് മാഫിയയാണ് കേരളത്തിലെ കശുവണ്ടി മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നത്. ഇതിനു പുറമെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി കയറ്റുമതി ചെയ്യാനെന്ന വ്യാജേന വൻതോതിൽ പരിപ്പ് ഇറക്കുമതി ചെയ്യുന്നതും തിരിച്ചടിയായി. ന്യൂസ് ഡെസ്ക് ജീവൻ. ISLന്റെ 12ാം സീസൺ ഫെബ്രുവരി 14 മുതൽ ആരംഭിക്കും. ദേശീയ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. നിലവിൽ ടൂർണമെന്റിന്റെ ഭാഗമായ 14 ടീമുകളും സീസണിന്റെ ഭാഗമാകുമെന്നും മന്ത്രി അറിയിച്ചു. കൊമേഴ്സ്യൽ പാർട്ണറുടെ അഭാവത്തിലാണ് സെപ്റ്റംബറിൽ തുടങ്ങേണ്ടിയിരുന്ന മത്സരം അനിശ്ചിതകാലത്തേക്ക് നിലച്ചുപോയത്. പിന്നാലെ പല വിദേശ താരങ്ങളും ടീം വിടുകയും ക്ലബ്ബുകൾ തങ്ങളുടെ ഫസ്റ്റ് ടീമിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. സൂപ്പർ കപ്പ് ജേതാക്കളായി FC ഗോവയാണ് ഏറ്റവും അവസാനം പ്രവർത്തനം നിർത്തിവെച്ച ക്ലബ്ബ്. ഒഡീഷ FC, കേരള ബ്ലാസ്റ്റേഴ്സ്, മോഹൻ ബഗാൻ, ചെന്നൈയിൻ FC ടീമുകൾ നേരത്തെ തന്നെ തങ്ങളുടെ പ്രവർത്തനം നിർത്തി. സൂപ്പർ കപ്പിന് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ച പോർച്ചുഗീസ് താരം തിയാഗോ ആൽവസ് അടുത്തിടെ ടീം വിട്ടിരുന്നു. പിന്നാലെ നായകൻ അഡ്രിയാൻ ലൂണയും മൊറോക്കൻ മുന്നേറ്റ താരം നോഹ സദോയിയും വായ്പാ അടിസ്ഥാനത്തിൽ വിദേശ ക്ലബ്ബുകളിലേക്ക് ചേക്കേറി. സ്പോർട്സ് ഡെസ്ക് ജീവൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9160 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. രാഹുലിനെതിരായ ബലാത്സംഗ കേസ് അറസ്റ്റ് തടഞ്ഞ നടപടി നീട്ടി ഹൈക്കോടതി. പരാതിക്കാരിയും കേസിൽ കക്ഷി. മറുപടി സത്യവാങ്മൂലം നൽകാൻ 2 ആഴ്ച സാവകാശം. ശബരിമല സ്വർണ്ണക്കൊള്ള പത്മകുമാറിനെ ജാമ്യം നിഷേധിച്ച് കോടതി. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും 2 ആഴ്ച കൂടി റിമാൻഡിൽ. ഉത്തരവിട്ട് വിജിലൻസ് കോടതി. തെരുവുനായ പ്രശ്നം രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. പൊതുസ്ഥലത്ത് നിന്ന് പിടിച്ച നായകളെ അവിടെ തന്നെ വിട്ടാൽ എങ്ങനെ ശല്യമില്ലാതാകുമെന്നും കോടതി. ഡൽഹിയിലും ബുൾഡോസർ രാജ്. രാംലീല മൈതാനത്തിനടുത്ത് വ്യാപക ഇടിച്ചു നിരത്തൽ. സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്ക്. തകർത്തത് അനധികൃത കയ്യേറ്റമെന്ന അധികൃതർ. ഗ്രീൻലാൻഡിനുമേൽ അവകാശവാദം ഉറപ്പിച്ച അമേരിക്ക. സൈനിക നീക്കത്തിനും മടിക്കില്ലെന്ന് വൈറ്റ് ഹൌസ്. വിയോജിച്ച നാറ്റോയും യൂറോപ്യൻ രാജ്യങ്ങളും. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9160 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.